നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ ദിവസങ്ങൾ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്തോറും ജനങ്ങളുടെ മനസ്സിൽ ആകാംക്ഷ കൂടിക്കൂടി വരും. സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ദിവസങ്ങൾ കൂടുതൽ ദിവസങ്ങളുള്ളപ്പോൾ. ഇന്നിപ്പോൾ ഏപ്രിൽ 13 ഉള്ളൂ. ഈ മാസം ഇനി 17 കൂടിയുണ്ട്. പിന്നൊരു 4 ദിവസം, അതായത് 21-ാം ദിവസം ഫലം വരും, റിസൾട്ട് വരും. 3 ആഴ്ച. ആ ദിവസങ്ങൾ നമ്മൾ സാധാരണ എണ്ണി കാത്തിരിക്കുകയാണ്, മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ ഈ മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ഓരോ വോട്ടറല്ലാത്തവരും, രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള കേരളത്തിലെ ഓരോ ആളും, ആബാലവൃദ്ധം എന്ന് പറയാം, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ രാഷ്ട്രീയം ചർച്ച ചെയ്യും. അവർക്ക് പലതരം നിരീക്ഷണങ്ങൾ, അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടാവും. ആര് വരും, ആര് ജയിക്കും, ഓരോ മണ്ഡലത്തിലെയും ഫലം, കേരളത്തിലെ മൊത്തം ഫലം, LDF വരുമോ UDF വരുമോ, BJPക്ക് എത്ര സീറ്റ് കിട്ടും, വട്ടിയൂർക്കാവിൽ ആര് ജയിക്കും, കഴക്കൂട്ടത്ത് ആര് ജയിക്കും, തിരുവനന്തപുരം സെൻട്രൽ ആര്, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന ചില ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങളും വിലയിരുത്തലുകളുമാണ് ഈ ദിവസങ്ങളിൽ UDF ക്യാമ്പും UDF ഭക്തസംഘം എന്ന് പറയാവുന്ന സോഷ്യൽ മീഡിയയിലെയും പുറത്തെ ചില ദൃശ്യമാധ്യമങ്ങളിലെയും ആളുകൾ പ്രചരിപ്പിക്കുന്നത്. അവർ ഏകപക്ഷീയമായി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം UDFന് മികച്ച വിജയം ഉണ്ടാവും എന്നാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ 90+ എന്ന് കൃത്യമായി പരസ്യമായും പറഞ്ഞിട്ടും അതിൽ കയറി പിടിക്കാൻ ഇവർക്ക് വലിയ താല്പര്യമില്ല. UDF 100-ൽ അധികം സീറ്റുകൾ നേടും എന്ന പ്രതീക്ഷ പ്രചരിപ്പിക്കുന്ന കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ UDFിലെ മറ്റ് ഘടകകക്ഷികളുടെയോ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവ് മുതൽ സംസ്ഥാന നേതാവ് വരെ സോഷ്യൽ മീഡിയയിലോ പുറത്തോ പറയുന്നതിൽ കയറി പിടിക്കാനും, പറഞ്ഞില്ലെങ്കിൽ അവരെ കൊണ്ട് അങ്ങനെ പറയിക്കാനുമാണ് താല്പര്യം. മാത്രമല്ല, അതിലൊരു രസകരമായ ഒരു വിലയിരുത്തൽ വന്ന് ഇപ്പോൾ അത് ചില ആളുകൾ ഒരു അജണ്ട പോലെ ക്യാമ്പയിൻ ചെയ്യുന്നത്, പ്രൊപ്പഗാണ്ടയാക്കി മാറ്റിയിരിക്കുന്നത്, കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ വൻതോതിൽ അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഏകീകരിക്കപ്പെട്ട നിലയിൽ UDFന് അനുകൂലമായി വീണു അത്രേ. എന്താണ് ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലോറിൽ തന്നെ നമ്മൾ പലവട്ടം, അല്ലെങ്കിൽ ഈ കേരളത്തിൽ രാഷ്ട്രീയം വിലയിരുത്തുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകർ, മാധ്യമ നിരീക്ഷകർ, രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനം, എന്ത് വസ്തുതകളുടെ പിൻബലത്തിലാണ് ഇത്തരമൊരു ഗുരുതരവും ഗൗരവതരവുമായ പ്രസ്താവനകൾ നടത്തുന്നത്? അതിന് മറുപടിയില്ല. വീണ്ടും പറഞ്ഞു, ചാനൽ ചർച്ചകളിൽ, 8 മണി ചർച്ചകളിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ വിശകലന, തിരഞ്ഞെടുപ്പാനന്തര വിശകലന പരിപാടികളിൽ അവർ ഈ നിരീക്ഷണം ഏകപക്ഷീയമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയ് 4-ന് റിസൾട്ട് വരുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോകാവുന്ന ഒരു നിരീക്ഷണമാണിത് എന്ന് അവർക്ക് തന്നെ അറിയാം. കാരണം കേരളത്തിൽ സമീപകാലത്തൊന്നും മുസ്ലിം വോട്ടുകൾ ആ തരത്തിൽ UDFന് അനുകൂലമായി ഏകീകരിക്കുന്നതിൻ്റെ യാതൊരു ട്രെൻഡും ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ പറയാവുന്നത് 2019-ലെയും 2024-ലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലെ ഫലമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ യഥാർത്ഥത്തിൽ UDFന് അനുകൂലമായി എന്ന് പറയാവുന്ന ട്രെൻഡ് BJPക്കെതിരെ, കേന്ദ്രത്തിൽ വീണ്ടും BJP വരരുത് എന്നാഗ്രഹിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ട്രെൻഡായിരുന്നു. അത് UDFനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്താൽ, കേന്ദ്രത്തിലൊരു BJP വിരുദ്ധ ഭരണം വന്നാൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ മന്ത്രിസഭ BJP ഇതര സർക്കാർ രൂപീകരിക്കാൻ സഹായകമായേക്കാം എന്ന ന്യൂനപക്ഷങ്ങളടക്കമുള്ള മതേതരവാദികളുടെ ചിന്ത, അതാണ് അവിടെ പ്രവർത്തിച്ചത്. അല്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒരിടത്തും മുസ്ലിങ്ങളോ അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷങ്ങളോ ഏതെങ്കിലും വിഭാഗങ്ങൾ UDFന് അനുകൂലമായി ഇങ്ങനെ എൻ ബ്ലോക്കായി വലിയ തോതിൽ അനുകൂലമായി നിലപാടെടുത്ത് വോട്ട് ചെയ്തു എന്ന ഒരു ട്രെൻഡുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ UDF ഇന്ന് ദയനീയമായി പ്രതിപക്ഷത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ലല്ലോ. 42 സീറ്റുമായി UDF ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളടക്കമുള്ള ഒരു ജനവിഭാഗങ്ങളും
അവരെ ഉൾക്കൊള്ളാതിരുന്നുകൊണ്ടും സ്വീകരിക്കാതിരുന്നുകൊണ്ടും അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ടുമാണല്ലോ. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കാൻ, അല്ലെങ്കിൽ സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ ഒന്നടങ്ങാൻ കേരളത്തിലെ യഥാർത്ഥ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയത്തെ അതിൻ്റെ മെറിറ്റിൽ കാണുന്നവരും ഈ പറഞ്ഞ UDF ഭക്തസംഘത്തോട് അപേക്ഷിക്കുകയാണ്, റിക്വസ്റ്റ് ചെയ്യുകയാണ്. റിസൾട്ട് വരട്ടെ, അതുവരെ ഒന്ന് കാത്തിരിക്കൂ. അതിന് പകരം നിങ്ങളുടെ നിരീക്ഷണങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് സദസ്സുകളിൽ പറയൂ. നിങ്ങൾ ചാനലിൽ വന്നിരുന്നു ചാനൽ ചർച്ച, ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന, അവരിലേക്ക് എത്തുന്ന ചർച്ചകളിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രസരിക്കുന്ന ലിങ്കുകളിൽ ഇത്തരം ഏകപക്ഷീയമായ ആഗ്രഹങ്ങളെ വസ്തുതകളായി അവതരിപ്പിക്കാതിരിക്കുക. അതുമാത്രമാണ് തൽക്കാലം പറയാനുള്ളത്. റിസൾട്ട് വരും. റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ട് കേരളത്തിലെ ജനാഭിലാഷത്തിൻ്റെ കൃത്യമായ തെളിവും ഫലവുമായിരിക്കും. അത് ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ UDF അനുകൂല ഏകീകരണമായിരിക്കില്ല എന്നുകൂടി മനസ്സിലാക്കാം. കാത്തിരിക്കുക തന്നെയാണ് വേണ്ടത്. നന്ദി, നമസ്കാരം.